ഹല്ലേലൂയ. ദൂരത്തും ചാരത്തും അടുത്തും അകലെയുമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഞാനൊരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലോമോൻ എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യം. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി എന്ന് പൗലോസ് ഫിലോമോന് ലേഖനം എഴുതുമ്പോൾ പറയുന്ന കാര്യമാണ്. എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി അനവധി വിശുദ്ധന്മാരെ ഭൂമിയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആക്കി വെച്ചിട്ടുണ്ട്. അവർ നിങ്ങളുടെ അരികിൽ കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങളുമായിട്ട് സമീപിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധന്മാരുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചത് നിമിത്തം ഹല്ലേലൂയ. പൗലോസിന് ഫിലോമോനോടൊരു സന്തോഷമുണ്ടായതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളോട് വലിയ സന്തോഷമാണ്. നിങ്ങൾ കൊടുക്കും തോറും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഫിലോമോൻ എങ്ങനെ തൻ്റെ സ്നേഹം കൊണ്ട് അപ്പോസ്തലനായ പൗലോസിനെ ആശ്വസിപ്പിക്കാൻ കഴിയും? അപ്പോൾ തന്നെ പൗലോസിനെ ഫിലോമോനെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും? രണ്ടുപേരുടെയും ജീവിതത്തിൽ വിഷയമാണ്. ഹല്ലേലൂയ. അപ്പം ഫിലോമോന് വേണ്ടുന്ന ആശ്വാസവും സന്തോഷവും പൗലോസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമ്പോൾ ഫിലോമോൻ്റെ ഭാഗത്തു നിന്ന് ഹല്ലേലൂയ ആശ്വാസവും സന്തോഷവും പൗലോസും അനുഭവിക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നികത, ഒരു മനുഷ്യന് സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരി, നിൻ്റെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നത്, സഹോദരിൻ്റെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നത്, മക്കളെയും നിങ്ങളുടെ അപ്പനമ്മമാരെ സ്നേഹത്താൽ നിറയ്ക്കുന്നത്, സഹോദരന്മാർ തമ്മിൽ സ്നേഹം കൊണ്ട് നിറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് ലോകത്തിൽ മുഴുവൻ കെട്ടിടങ്ങളും സൗധങ്ങളും പണിതിട്ട് ആഡംബര കാറുകളിൽ നമുക്ക് സഞ്ചരിച്ചാൽ, നമുക്ക് മുറ്റത്ത് ജെറ്റ് വിമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും, കോടാനുകോടി രൂപയുടെ ഉത്തരവാദിയാണ്, പണക്കാരനൊക്കെ കോടീശ്വരനാണെങ്കിലും നിൻ്റെ സ്നേഹം ഉള്ളിൽ സ്നേഹമില്ല എങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പോ കൈത്താളോ മാത്രമാണ്. എന്നാൽ നീ മറ്റുള്ളവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അവരെ സ്നേഹിക്കുകയാണെങ്കിൽ, വിശുദ്ധന്മാർക്ക് വേണ്ടി നീ കരുതുകയാണെങ്കിൽ, മറ്റുള്ളവരെ നീ സഹായിക്കുകയാണെങ്കിൽ, അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുകയും ചെയ്യുന്ന അനവധി ആളുകളെ, വിവിധ ജാതികളിൽ നിന്നുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രൈസ്തവ ഭാഗത്തോട് മാത്രമല്ല ഈ പറയുന്നത്, വ്യത്യസ്തമായ സമൂഹങ്ങളിൽ പാർക്കുന്ന പലരും കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതും കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? സ്നേഹം. ഹല്ലേലൂയ. സ്നേഹം കൊടുക്കുക. ഒരു മനുഷ്യന് ആശ്വാസം കൊടുക്കുക, സ്നേഹം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഈ മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പം നിങ്ങളൊരാൾക്ക് സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മുഴു ലോകത്തെക്കാളും വിലയാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം നിങ്ങൾ നൽകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടതയായിരുന്നാലും ആ കഷ്ടതയിൽ ആ മനുഷ്യന് കരകയറാൻ കഴിയും. അതേസമയത്ത് നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹാസത്തിൻ്റെ വാക്കുകളും കുത്തുവാക്കുകളും പറഞ്ഞ് അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണെങ്കിൽ അവർ വളരെ സങ്കടത്തിലൂടെ കടന്നു പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ കുത്തുവാക്കുകൾ പറഞ്ഞവരെ സങ്കടപ്പെടുത്തുമ്പോൾ അത് നിൻ്റെ ജീവിതത്തിൽ തന്നെ ദോഷമാണ്. ന്യായവിധി നാളിൽ ദൈവത്തോട് നീ കണക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ. ഒരു മനുഷ്യന് ആശ്വാസം ലഭിക്കുക, ഹല്ലേലൂയ, അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യനെ സ്നേഹത്താൽ വലിയ സ്നേഹമാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിലൂടെ നമുക്ക് നൽകി തന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ പരശുശ്രൂഷയുടെ അവസാന നാളുകളിൽ റോമൻ പടയാളികളെ യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ അവൻ കാര്യരുമാണിയാൽ തറയപ്പെട്ടു. മുൾക്കിരീടധാരിയായി അവൻ്റെ ശരീരം ഉഴവുചാല് പോലെ നീളത്തിൽ കീറി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപമായി തീർന്നപ്പോഴും, തന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും, തന്നെ മുഖത്ത് തുപ്പിയപ്പോഴും കന്നത്തടിച്ചപ്പോഴും യേശു തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതേ സ്നേഹിത, നമുക്ക് മറ്റുള്ളവരോട് സ്നേഹിച്ചവർ ക്ഷമിച്ച് അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം 5-ാം അധ്യായം വായിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. ഇത് രണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ വലിയ സമ്പന്നനാണ്. ഹല്ലേലൂയ.
അപ്പം കർത്താവ് നമുക്ക് തന്ന സ്നേഹമെന്ന് പറയുന്നത് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന്, ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുള്ള സ്നേഹമാണ്. ഞാൻ പലപ്പോഴും നിരാശപ്പെടുന്ന, സങ്കടപ്പെടുന്ന അനുഭവം എനിക്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ തന്നെ പലപ്പോഴും പലതിനെക്കുറിച്ച് ഓർത്ത് ജീവിതത്തിൽ നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വളരെ കണ്ണുനീർ വരാറുണ്ട്. പക്ഷേ അപ്പോൾ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ഈ ഭൂമി സ്നേഹം നിനക്കില്ലെങ്കിലും, ഭൂമിയിൽ ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, എല്ലാവരും നിന്നെ തള്ളിയാലും തള്ളിക്കളഞ്ഞാലും, എല്ലാവരും നിന്നെ കുത്തുവാക്കുകൾ കൊണ്ട്, അപമാന വാക്കുകൾ കൊണ്ട്, അപവാദം കൊണ്ട് നിന്നെ നിറയ്ക്കാൻ ശ്രമിച്ചാലും നീ പതറിപ്പോകണ്ട. ഒരമ്മ തരാത്ത സ്നേഹമാണ് ഞാൻ നിനക്ക് തന്ന് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളോടും ദൈവം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആശ്വാസം നൽകുന്ന ദൈവമുണ്ട്. അപ്പോൾ ഏത് അവസ്ഥയിലും നമ്മെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മളെ ഏതവസ്ഥയിൽ ആശ്വസിപ്പിക്കാൻ മനുഷ്യർക്ക് കഴിയത്തില്ല കേട്ടോ. എല്ലാവർക്കും ആശ്വാസ വാക്കുകൾ പറയാനേ കഴിയുള്ളൂ, ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. ആശ്വസിപ്പിക്കുന്നവരൊക്കെ അല്പം കഴിഞ്ഞ് മാറിപ്പോകും. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ, ഉറ്റവരുടെയൊക്കെ മരണപ്പെടുമല്ലോ. അങ്ങനെ അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ, ആ ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുന്നവരുടെ കണ്ണുനീരകറ്റാൻ വേണ്ടി അനവധി ആളുകൾ കടന്നു വന്ന് ആശ്വാസ വാക്കുകളും ആശ്വാസ വചനങ്ങളും ആശ്വാസത്തിൻ്റെ മെസ്സേജുകളൊക്കെ പകർന്നു നൽകും. അവരാ വന്ന നിമിഷങ്ങൾ അവർക്ക് കൊടുക്കുന്ന 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ്, ചിലരൊക്കെ 5 മിനിറ്റൊക്കെ എടുത്ത് ആ ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് അവരെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ നിന്നും മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പോഴും നിങ്ങളുടെ ഭവനം വിലാപ ഭവനം തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം വിലാപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യന് ആശ്വാസം തന്ന് നിങ്ങളോട് കൂടെ ഇരിക്കാൻ കാണുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വീട്ടിൽ വന്ന് ആശ്വാസ വാക്ക് പറഞ്ഞു പോകുന്നവനല്ല. അവൻ നമ്മോട് കൂടെ ഭൂമിയിലെ ജീവിതകാലം മുഴുവൻ നമ്മുടെ വലം കൈ പിടിച്ച് നടത്തുന്നവനാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന കഷ്ടതയിലെ, സങ്കടത്തിലെ, ദുഃഖത്തിൻ്റെ നടുവിലെ, കണ്ണുനീരിൻ്റെ നടുവിലെ നിനക്ക് ആശ്വാസം പകരാൻ എൻ്റെ യേശു ഉണ്ട് കേട്ടോ. ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിപ്പാൻ യേശുണ്ട്. ഹല്ലേലൂയ. അപ്പം ഭക്ഷണവും വെള്ളവും തീർന്ന അവസ്ഥയിൽ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും മരുഭൂമിയിലെ ആരുടെയും സഹായമില്ലാതെ ഹാഗർ നിലവിളിച്ചു. ഹല്ലേലൂയ. ഹാഗർ നിലവിളിച്ചപ്പോൾ അവളെ സഹായിപ്പാൻ മറ്റാരും മരുഭൂമിയില്ലായിരുന്നു. കർത്താവ് ഒഴികെ അവളുടെ അരികിൽ ആരും കടന്നു വന്നില്ല. ഒരടിമയാണെന്ന് കർത്താവ് കരുതി അവളെ മാറ്റിക്കളയാതെ ഹാഗർ തൻ്റെ മകനായിരിക്കുന്ന ഇസ്മായേലിനെ അവൻ്റെ മരണം കാണാൻ കഴിയാതെ ഒരു കുറുങ്കാട്ടിൽ കൊണ്ട് തണലിലിട്ടിട്ട് അവൾ ഒരു അമ്പിമ്പാട് ദൂരത്ത് മാറി നിന്ന് കരയുക. ഹല്ലേലൂയ. ബാലൻ്റെ നിലവിളി ദൈവം കേട്ട് ഹാഗറിൻ്റെ കണ്ണു ദൈവം തുറന്നു. അവളൊരു നീരുറവ കണ്ടു. ഹല്ലേലൂയ. അവൾ ആ നീരുറയുന്ന വെള്ളം കോരിക്കൊണ്ട് തൻ്റെ മകൻ ബാലനെ ഇസ്മായിലിന് കൊടുത്ത. ഹല്ലേലൂയ. അതെ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ഉണ്ട് കേട്ടോ. അടിമപ്പെണ്ണാണെന്ന് പറഞ്ഞ് ഹാഗറിനെ തള്ളിക്കളയാതെ, ഇസ്മായിലിനെ തള്ളിക്കളയാതെ ദൈവം എന്ത് ചെയ്തു? അവളുടെ കണ്ണു തുറന്നു. മരുഭൂമിയിൽ നീരുറവയെ കൊടുത്തു. അതെ, ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ കഷ്ടതയിൽ ഇറങ്ങി വരുന്നു ദൈവമാകട്ടോ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. കർത്താവ് വെറുതെ ആശ്വാസവാക്കുകൾ മാത്രം പറയുന്നവനല്ല, ആശ്വാസവും അത്ഭുതവും പ്രവർത്തിക്കുന്നവൻ തന്നെയാണ്. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയുടെയും അരിക്കൽ കടന്നു വന്ന് മാർത്തയും മറിയും കരയുന്നത് കണ്ട് ആശ്വാസ വാക്കുകൾ പറഞ്ഞു പോകുവാനല്ല യേശു വന്നത്. പിന്നെന്താണ്? മാർത്തയ്ക്കും മറിയയ്ക്കും നഷ്ടപ്പെട്ടു പോയത് അവരുടെ സഹോദരനാണ്. അവൻ മരിച്ച് കല്ലറയിലാണ് 4 ദിവസമായി നാറ്റം വെച്ചു. മാനുഷികമായി ബുദ്ധി നോക്കിയാൽ അവനൊരിക്കലും ഒരു ജീവിത ഉയർപ്പുണ്ടാകത്തില്ല. എന്നാൽ എന്ത് ചെയ്തു? ദൈവം അവന് ഉയർപ്പിച്ച് മാർത്തയ്ക്ക് മറിയെ കൊടുത്തു. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന പ്രജരെ, നിൻ്റെ സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ച നിമിത്തം നിൻ്റെ സ്നേഹത്താൽ എനിക്ക് വളരെ ആശ്വാസവും സന്തോഷവും കിട്ടുന്ന പൗലോസ് വിലോപൻ ലേഖനം എഴുതിയ പോലെ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആ സ്നേഹമുണ്ടാകട്ടെ. സ്നേഹം നഷ്ടപ്പെട്ട സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹം നഷ്ടപ്പെട്ട ആശ്വാസമില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന സകല ജനത്തിന്മേലും ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടുത്തണമേ. ദുഃഖത്തിലായിരിക്കുന്നവർക്കെല്ലാം സമാധാനം, ആശ്വാസം, പ്രത്യാശയും കൊടുക്കണം. സകല മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.